ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ ആർട്ട് ഐഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ചെറിയ ചിലവിൽ പ്രൊഫഷണൽ ലെവൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിവൈസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സൂം H1N എന്നാണ് ഈ ഡിവൈസിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. യൂട്യൂബേഴ്സിനും വെഡ്ഡിംഗ് വീഡിയോഗ്രാഫി ചെയ്യുന്നവർക്കും ഷോർട്ട് ഫിലിം ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ് സൂം H1N. നമുക്കറിയുന്ന പോലെ തന്നെ സൗണ്ട് റെക്കോർഡിംഗ് മേഖലയിൽ വളരെ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് സൂം എന്ന കമ്പനി. വലിയ വലിയ സിനിമകളിൽ സിങ്ക് സൗണ്ട്, ഫീൽഡ് റെക്കോർഡിംഗ് തുടങ്ങിയ മേഖലകളിലൊക്കെ സൂമിൻ്റെ ഡിവൈസുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ബേസ് മോഡലാണ് സൂം H1N എന്ന സൗണ്ട് റെക്കോർഡർ. ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഓൺലൈൻ സൈറ്റായ ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 8000 രൂപയാണ്. ആമസോണിൽ ഒരു ഓഫറിൽ നിന്ന് വാങ്ങിക്കാൻ സാധിച്ചതുകൊണ്ട് എനിക്ക് 5500 രൂപയ്ക്ക് ഇത് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ആമസോണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വില അറിയണമെന്നുള്ളവർക്ക് അതിൽ കയറിയാൽ അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഈ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ഇതിനുള്ളിൽ എങ്ങനെയൊക്കെയാണ് ഈ റെക്കോർഡർ വന്നിട്ടുള്ളത് നോക്കാം. ഒരു ചെറിയ ബോക്സിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ ബോക്സ്. ഇത് നമ്മൾ ഫസ്റ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ക്യുക്ക് ഗൈഡിൻ്റെ ഒരു ഷീറ്റാണ്. അതുപോലെ തന്നെ യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. ഈ ക്യുക്ക് ഗൈഡിൻ്റെ ഷീറ്റിൽ അതിൽ തന്നെ സൂം H1ൻ്റെ ഒരു പിക്ചറുണ്ട്, പിന്നെ ക്യുക്ക് ഗൈഡുണ്ട്, 2 ബാറ്ററി, QBS LE എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ കുറച്ച് സംഭവങ്ങൾ, അതൊക്കെ ഈ ഫസ്റ്റ് ഷീറ്റിൽ കാണാം. ഇത് വേവ് ലാബ് LEൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കീകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഫുൾ വേർഷനിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ QBS LEൻ്റെ ഒരു സോഫ്റ്റ്വെയറും അതിൻ്റെ കീയും തന്നിട്ടുണ്ട്. ഇതാണ് യൂസർ മാനുവൽ. ഇതെങ്ങനെ നമുക്ക് ഈ റെക്കോർഡർ ഉപയോഗിക്കാം എന്നൊക്കെ ഈ യൂസർ മാനുവലിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിൽ എങ്ങനെയാണ് റെക്കോർഡർ ഉള്ളത് നോക്കാം. ഇതാണ് ബോക്സ്. 2 ബാറ്ററി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റെക്കോർഡർ, സൗണ്ട് റെക്കോർഡർ. വളരെ ചെറുതാണ്, നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന വലിപ്പം മാത്രമേ ഇതിന് വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് 2 AAA ബാറ്ററിയാണ്. ഓക്കെ, ബാറ്ററി നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ സൗണ്ട് റെക്കോർഡർ ഒന്ന് പവർ ഓൺ ചെയ്യാം. ഇവിടെയാണ് പവർ സ്വിച്ച്. ഈ സ്വിച്ച് ഹോൾഡ് ചെയ്ത് താഴേക്ക് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണായി. ഇനി അത് ഓഫ് ചെയ്യാനും അതുപോലെ തന്നെ പ്രസ് ചെയ്ത് താഴേക്ക് ഹോൾഡ് ചെയ്താൽ ഓഫ് ആവും. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സ്ക്രീനിൽ കുറേ സംഭവങ്ങളൊക്കെ എഴുത്തൊക്കെ വന്നു, ലെവലൊക്കെ കാണിക്കുന്നുണ്ട്, ബാറ്ററി കാണിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഇൻപുട്ട് വോളിയം കൺട്രോളറാണ്. ഇതാണ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള, വോളിയം കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച്, റോട്ടറി സ്വിച്ച്. പിന്നെ വരുന്നത് XY ക്യാപ്സ്യൂൾ മൈക്കാണ്. 2 മൈക്കാണ് വരുന്നത്. നമുക്ക് ഒരേ സമയം 2 സൈഡിൽ നിന്നുള്ള സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു കവറിംഗ് ഉണ്ട്. പിന്നെ വരുന്നത് ലൈൻ ഔട്ട്, ഹെഡ്ഫോൺ ഔട്ടാണ്. അതിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ മൈക്രോ USB പോർട്ട് ഉണ്ട്. ഈ കാണുന്നത് പവർ ഓൺ ഓഫ് ബട്ടൺ ആണ്. ഇത് ട്രാഷ് ആണ്. നമുക്ക് ആവശ്യമില്ലാത്ത ഓഡിയോ ക്ലിപ്പുകൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണിത്. ഇത് SD കാർഡ് ഇടാനുള്ള സ്പേസ് ആണ്. ഇതിൽ 32 GB വരെ സപ്പോർട്ട് ചെയ്യും. നമുക്കിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 8 GB SD കാർഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം.
മൈക്കിൻ അല്ലെങ്കിൽ ലൈനിൻ പോർട്ടാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 3.5 mm ജാക്കാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് ഹോട്ട് ഷൂ മൗണ്ടാണ്. നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഒരു കോൾഡ് ഷൂ ഉണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ക്യാമറയിൽ കണക്ട് ചെയ്ത് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റാൻഡിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്പേസാണിത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഏതാണ്ട് 9 കീകളോടെ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. ഇതിൽ ഫസ്റ്റ് വരുന്ന കീ എന്ന് പറയുന്നത് ഓഡിയോയാണ്. ഫസ്റ്റ് വരുന്നത് ഓഡിയോയിൽ റെക്കോർഡിംഗ് ഫോർമാറ്റാണ്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡിംഗ് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാം. അതിൽ വേവ് ഫോർമാറ്റിൽ 44.1 കിലോ ഹെർട്സിൽ 16 ബിറ്റും 48 കിലോ ഹെർട്സിൽ 16 ബിറ്റും 24 ബിറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടിയ ഓഡിയോ ക്വാളിറ്റിയായ 96 കിലോ ഹെർട്സിൽ 24 ബിറ്റും വരുന്നുണ്ട്. ഇനി MP3യിലേക്ക് വരികയാണെങ്കിൽ 48 KB/s 128 KB/s 192 KB/s 256 KB/s 320 KB/s ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്ത സ്വിച്ച് ലോക്കട്ട് ഫിൽറ്ററാണ്. ഇത് നമ്മൾ ഓണാക്കി വെക്കുകയാണെങ്കിൽ ചെറിയ ശബ്ദങ്ങൾ ഒഴിവാക്കാനും കാറ്റ്, നോയ്സ് തുടങ്ങിയവ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഓണാക്കി ഇടുന്നത്. അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബാക്കി നോയ്സൊക്കെ കയറി വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് വരുന്നത് ലിമിറ്റർ. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശബ്ദം കൂടി പോവുകയാണെങ്കിൽ അത് പീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്, അഥവാ ക്ലിപ്പാവും. നമുക്കതിനെ പീക്ക് എന്ന് പറയാം, പലരും പല രീതിയിൽ പറയും. പീക്ക് ആവുന്ന സമയത്ത് ഈ റെക്കോർഡിംഗ് ഇൻഡിക്കേറ്റർ ഇതുപോലെ ബ്ലിങ്ക് ആയിരിക്കും. ഇനി നമുക്ക് ഈ ലിമിറ്റർ ഓണാക്കിയിടുകയാണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൗണ്ട് പീക്കായി പോവില്ല. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പീക്കാവാതെ റെക്കോർഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്തായിട്ട് വരുന്നത് ഓട്ടോ ലെവലാണ്. ഓട്ടോ ലെവൽ നമ്മൾ ഓണാക്കിയിടുകയാണെങ്കിൽ ഇൻപുട്ട് ഓഡിയോ കൺട്രോളർ വർക്ക് ചെയ്യില്ല, ഇതിപ്പോൾ വർക്ക് ചെയ്യില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ലെവൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഓഡിയോ റെക്കോർഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഓട്ടോ ലെവൽ ഓഫ് ആക്കിയാൽ മാത്രമേ ഇത് ഇൻപുട്ട് ഓഡിയോ കൺട്രോളർ വർക്ക് ചെയ്യുകയുള്ളൂ. അടുത്തത് വരുന്നത് റെക്കോർഡ് സ്വിച്ചാണ്. നമ്മളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ റെക്കോർഡായി. ഇപ്പോൾ റെക്കോർഡിംഗ് ഇൻഡിക്കേറ്റർ തെളിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാം. ഇനി നമ്മളിത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പായി. അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്താലും അത് സ്റ്റോപ്പ് ആവും. അടുത്തത് പ്ലേ പൗസ് സ്വിച്ചാണ്. നമ്മൾ എടുത്ത ഫയലുകൾ പ്ലേ ചെയ്യാനും പൗസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സ്വിച്ച്. പിന്നെ വരുന്നത് പ്രീവിയസ് നെക്സ്റ്റ് സ്വിച്ചുകളാണ്. പ്രീവിയസ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫയലുകൾ പ്ലേ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്, നെക്സ്റ്റ് അടുത്ത ഫയൽ പ്ലേ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. അപ്പോൾ ഇത്രയും സ്വിച്ചുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് H1N ലോഗോ കാണാം. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചെറിയൊരു സ്പീക്കർ കാണാം. ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫയലുകൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്പീക്കറാണ്. വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ചെറിയൊരു സ്പീക്കർ. നമ്മളൊരു ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിൽ നമ്മളിത് ഈ ലെവലിൽ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ സൗണ്ട് ഈ മൈക്കിലൂടെ ക്യാപ്ചർ ചെയ്യും. അതുപോലെ തന്നെ ഈ മൈക്കിലൂടെ അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ സൗണ്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. നല്ല മനോഹരമായിട്ടുള്ള ഓഡിയോ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലത്തെ ഒരു വിൻമഫ് നമ്മൾ വെക്കുകയാണെങ്കിൽ സൗണ്ട്, കാറ്റിൻ്റെ നോയ്സൊക്കെ കുറഞ്ഞു കിട്ടും. നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ വിൻമഫ് യൂസ് ചെയ്യുകയാണെങ്കിൽ നോയ്സുകളൊക്കെ മാറിയിട്ട് നല്ലൊരു ഓഡിയോ നമുക്ക് കിട്ടും. അപ്പോൾ സൂം H1Nൻ്റെ ഓപ്ഷനുകളും പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ ഉപയോഗങ്ങൾ നോക്കാം. ആദ്യമായി ഒരു വ്ളോഗറിനെ സംബന്ധിച്ച് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അകലെ നിന്ന് സംസാരിക്കേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ ലേപ്പൽ മൈക്കിൻ്റെ നീളം ഒരു പ്രശ്നമായി വന്നേക്കാം. അതുപോലെ തന്നെ വയർലെസ് മൈക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റേഞ്ച് ഒരു പ്രശ്നമായേക്കാം. ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ദൂരത്ത് നിന്ന് നമുക്ക് സംസാരിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ സംസാരിക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ഈ റെക്കോർഡർ ഉപയോഗിച്ചിട്ട്. ഇനി നമ്മളിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോയും ഓഡിയോയും സിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു ഔട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന റെക്കോർഡറാണ് സൂം H1N.
കൂടാതെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നവർക്ക് സിങ് സൗണ്ടിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഇതിൽ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി മൈക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സൗണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ വെഡ്ഡിങ് വീഡിയോഗ്രാഫേഴ്സിനെ സംബന്ധിച്ച് പള്ളിയിലെ ഓഡിയോ, എന്തെങ്കിലും ടോക്കുകൾ, ഇതൊക്കെ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്ത് വീഡിയോയുടെ കൂടെ സിങ്ക് ചെയ്ത് നല്ലൊരു ഔട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കൂടാതെ USB വഴി നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അഡോബ് ഓഡിഷൻ, പ്രോ ടൂൾസ്, QBS, വേവ് ലാബ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകളിലൂടെ ഓഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓഡിയോ ഇൻ്റർഫേസ് ആയിട്ട് നമുക്ക് Zoom H1n ഉപയോഗിക്കാം. ഇനി നമുക്ക് വ്ളോഗിങ്ങിന് എങ്ങനെ ഈ റെക്കോർഡർ ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം. ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓസ്മോ ആക്ഷൻ ക്യാമറയിലാണ്. എൻ്റെ സൗണ്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓസ്മോ ആക്ഷൻ ക്യാമറയിലൂടെ വരുന്ന സൗണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് Zoom H1n എന്ന ഓഡിയോ റെക്കോർഡറിലൂടെ കേൾക്കുന്ന സൗണ്ടാണ്. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സിങ്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഔട്ട് ഇറക്കാവുന്നതാണ്. ഇനി നമുക്ക് എത്ര ദൂരെ വേണമെങ്കിലും ഇതുമായിട്ട് മാറി നിന്ന് സംസാരിക്കാൻ സാധിക്കും. വളരെ നല്ല ഓഡിയോ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ റെക്കോർഡർ യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഞാനിപ്പോൾ സംസാരിക്കുന്നത് Zoom H1n ഇനി നമുക്ക് എത്ര ഡിസ്റ്റൻസിൽ വരെ വേണമെങ്കിലും ഇതുമായിട്ട് മാറി നിന്ന് ദൂരം വരെ പോയി സംസാരിക്കാം. വേറെ വയർലെസ് മൈക്കിൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് ഈ റെക്കോർഡർ മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇനി നമുക്ക് ഈ റെക്കോർഡർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏതൊക്കെ രീതിയിലാണ് സൗണ്ട് റെക്കോർഡ് ആവുന്നതെന്ന് നോക്കാം. ഇപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ നമുക്ക് ഈ മഴയുടെ സൗണ്ട് ഒന്ന് റെക്കോർഡ് ചെയ്യാം. ഇതുവരെ നമ്മൾ കണ്ടത് Zoom H1n എന്ന ഈ ഹാൻഡി റെക്കോർഡറിൻ്റെ വിശേഷങ്ങളായിരുന്നു. ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വിലയും നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.